ഹെൽഫർ ടോർച്ച് കിട്ടി എനിക്ക് രണ്ടാമത്തെ വട്ടം. ആദ്യത്തെ വട്ടം കിട്ടിയപ്പോൾ എന്താണ് എൻ്റെ കയ്യിൽ മറ്റേ ഇതില്ലായിരുന്നു, എക്ടോപ്ലാസ് ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ റീസെറ്റ് അടിച്ച്. ഇത് രണ്ടാമത്തെ വട്ടം. പെട്ടെന്ന് കൂൾ റൈസ് എടുക്കാം. ഓ കൊല്ലില്ല കൊല്ലില്ല കൊല്ലില്ല, പെട്ടെന്ന് എടുക്കും പെട്ടെന്ന് എടുക്കും. ടോക്ക് ട്രേഡ് യോ കിട്ടി. ട്രേഡ് 100 എക്ടോപ്ലാസം ഫോർ ഗോൾഡ് റൈസ്. ഞാൻ ലീവ് അടിച്ച് ടി വി ഇത് റീജോയിൻ ചെയ്യാം. ആ സർവർ എന്നെ ലാഗാൻ. ഫോർ റിയൽ മാൻ, ഫോർ റിയൽ. ഗോൾഡ് റൈസ് കിട്ടി ഗൈസ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ വീറ്റും എടുക്കാം. ഓക്കെ, ഞാൻ ജോയിൻ ആയിട്ടുണ്ട്. ഞാൻ ഗ്രീൻ സോണിലോട്ട് ഒന്ന് വന്നിട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ നമ്മുടെ അന്നേരം അത്രയും പൈസ ഇല്ലായിരുന്നു, കുറച്ച് പൈസ ഉണ്ടാക്കി ഒരു റെയ്ഡ് പോയി ഒരു ബോസിനെ കൊന്നപ്പോഴത്തേക്കും നമ്മുടെ വേണ്ട പൈസ കിട്ടി. എന്തായാലും നമുക്കെന്തായാലും മറ്റേ ആൽക്കമിസ്റ്റിനോട് സംസാരിക്കാം. ഓ ഇത് എന്ത് സ്ലോ ഡാഷാണ്. മറ്റേതായിരുന്നെങ്കിൽ മറ്റേ റാബിറ്റിൻ്റെ സ്പീഡിൽ ഡാഷും ചെയ്യാൻ സ്പീഡിൽ ഓടുകയും ചെയ്യാം. ഇപ്പോൾ സ്ലോയാണ്. നമുക്ക് ആൽക്കമിസ്റ്റിനോട് സംസാരിക്കാം. ഇപ്പം ഇതാരാണ് ഇതിൻ്റെ ഇടയിൽ കൂടി മെസ്സേജ് അയക്കാം. ഞാൻ എന്തായാലും അത് ബ്ലറാക്കിയേക്കാം. നമുക്ക് ഐ വിൽ ഡു ആൻഡ് ഫൈൻഡ് ദം. നമുക്ക് ഏറ്റവും ഫ്ലവേഴ്സ് ഫൈൻഡ് ചെയ്യാം. സോ ഗൈസ്, അങ്ങനെ നമുക്ക് റെഡ് ഫ്ലവർ കിട്ടി, നമ്മുടെ ഫസ്റ്റ് ഫ്ലവറാണ്. സോ നമുക്ക് അടുത്തത് യെല്ലോ ഫ്ലവർ കണ്ടുപിടിക്കാം. ഗൈസ്, എനിക്കങ്ങനെ യെല്ലോ ഫ്ലവറും കിട്ടി, ഞാനത് കാണിക്കും. ഇപ്പം നൈറ്റ് ആയതുകൊണ്ട് ഞാൻ മറ്റേ ബ്ലൂ ഫ്ലവർ എടുക്കാൻ പോവുകയാണ്. ബ്ലൂ ഫ്ലവർ ഇനി എവിടെ ഉണ്ടാകും നോക്കാം. ഗൈസ്, ഞാൻ ഗ്രേവ്സ് യാർഡിലൊക്കെ നോക്കി, അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ മറ്റേ ഒരു ചെറിയ ലാൻഡ് ഇല്ലേ, ഒരു മല പോലെ ഇരിക്കണം, അതിൻ്റെ അകത്ത് കയറിയപ്പോൾ എനിക്ക് കിട്ടി. അതിൻ്റെ അകത്ത് കയറാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിപ്പോൾ കൊണ്ട് ആൽക്കമിസ്റ്റിന് കൊടുത്തിട്ട് വരാം. ആൽക്കമിസ്റ്റ് വരെ നമുക്ക് ഡാഷ് ചെയ്ത് പോകണ്ട. നമ്മുടെ കയ്യിൽ അൺസ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്പിൻ ഫ്രൂട്ടും വെച്ച് നമുക്ക് മറ്റേ ബുദ്ധ ഗ്ലിച്ചിൽ പോവാം. പിന്നെ ഞാൻ യെല്ലോ ഫ്ലവർ കണ്ടുപിടിച്ചതേ ഇരിക്കുന്നത് എന്താണ്, അത് കണ്ടുപിടിച്ചപ്പോഴത്തേക്കും എന്താണ് ഹാഫ് ഡേ ആയി. അത് കഴിഞ്ഞ് എനിക്ക് ജസ്റ്റ് ഒരു ഹാഫ് ഡേ കൂടെ വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നൈറ്റായി. പിന്നെ പെട്ടെന്ന് തന്നെ സമയമൊക്കെ പോയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. ഗ്രീൻ സോൺ എത്തി നമ്മൾ. പിന്നെ ഈ സർവർ ഞാൻ എന്താണ് നമ്മുടെ KC ഇല്ലേ, കൈൻഡ് സൈക്ലോൺ ബ്രോയുടെ PSലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ PSലാണ് ചെയ്യുന്നത്, കാരണം ആരും വന്നിപ്പോൾ എന്നെ കൊല്ലാതിരിക്കാൻ വേണ്ടി. ആ കാണുന്ന മരത്തിൻ്റെ പുറകിലാണ് ആൽക്കമിസ്റ്റ്. നമുക്ക് ആൽക്കമിസ്റ്റ് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ ഗായ്സ്, ഞാൻ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മുടെ 3 ഫ്ലവർ ഉണ്ട്. ഫ്രൂട്ട് സ്റ്റോറേജ് നമുക്ക് ഇവന് കൊടുക്കാം. ഇപ്പോൾ ഒരു ടൈറ്റിൽ കിട്ടും, ദ ഗൂൾ എന്ന് പറഞ്ഞിട്ടുള്ള. ഈ 20,000 എവിടെ നിന്ന് വന്നു? എൻ്റെ കയ്യിൽ 5,006 അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അതിപ്പോൾ എന്തെങ്കിലും ആവട്ടെ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളങ്ങനെ ഗോൾഡ് റൈസ് കിട്ടി, ഗോൾഡ് റൈസ് വീറ്റും എടുത്ത്, പിന്നെ നമുക്കൊരു ടൈഗർ ഫ്രൂട്ട് കിട്ടി. ഞാനതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഗൈസ്, ഈ ടൈഗർ ഫ്രൂട്ട് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ രാവിലെ ഒരു ലൈറ്റ് റൈഡ്, അതായത് ഞാൻ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുക, അന്നേരം ഒരു ബ്രോ വന്നേച്ച് എന്നോട് പറഞ്ഞ്, ബ്രോ പ്ലീസ് ഐ നീഡ് ലൈറ്റ് റൈഡ്. ആ ബ്രോ തേർഡ്സി ആയിരുന്നു. ഞാൻ ചെന്നേച്ചും ലൈറ്റ് റൈഡ് സോളോ ഒക്കെ ചെയ്ത് കൊടുത്ത് വന്നപ്പോഴത്തേക്ക് ബ്രോ വന്ന് പറഞ്ഞ് എന്താണ് കഫേയിൽ വരാം. ഞാൻ കഫേ വന്നപ്പോൾ എൻ്റെ സ്പൈഡർ ആഡ് ചെയ്യാൻ പറഞ്ഞ് സ്പൈഡർ കൊടുത്ത് ഗ്രാവിറ്റി ചെയ്യുന്നു. പിന്നെ എനിക്ക് എന്താണ് ഒരു ബ്രോ ഇന്നലെ, അതായത് 25th ഏപ്രിലിന് ഒരു ബ്രോക്ക് റൈഡ് കൊടുത്തിട്ട് എന്നിട്ട് ആ ബ്രോ എനിക്കൊരു ലൈറ്റ്നിങ് തന്നു. ലൈറ്റ്നിങ് എനിക്ക് വലിയ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊണ്ടുപോയിട്ട് ഒരു ഡോയിങ് ഗ്രാവിറ്റിയും വാങ്ങിച്ചേച്ച് എൻ്റെ ഇരുന്ന ഗ്രാവിറ്റി ഞാൻ പെയിന് കൊടുത്തേച്ചും എന്താണ് ഇന്ന് ലൈറ്റ് റൈഡ് നടത്തി ആ ബ്രോയുടെ നിന്ന് സ്പൈഡറിന് ഗ്രാവിറ്റി വാങ്ങിച്ചേച്ച് ഞാൻ വെറുതെ സർവറിൽ കയറിയപ്പോൾ ഒരു ബ്രോ എന്താണ് ട്രേഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഡോയും ഗ്രാവിറ്റിയും പെയിനും ഉണ്ടായിരുന്നു, പെയിനും ആഡ് ചെയ്ത്. അന്നേരം ബ്രോ ടൈഗർ ആഡ് ചെയ്ത്. എന്നുവെച്ചാൽ ആ ബ്രോ ആണ് ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്തത്, ഞാനല്ല. അങ്ങനെയാണ് എനിക്ക് ടൈഗർ കിട്ടിയത്. എന്തായാലും നമുക്കൊരു ടൈഗർ ഫ്രൂട്ട് കിട്ടി അങ്ങനെ. പക്ഷേ ഞാൻ ഈ ടൈഗർ ഫ്രൂട്ട് ഗിവ് അവേ നടത്തുന്നില്ല. എൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നോബായിരുന്ന സമയത്ത് എൻ്റെ ഉള്ള നല്ല ഫ്രൂട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് ഗിവ് അവേ നടത്താമെന്ന് പറഞ്ഞ് ചെയ്തില്ല. എന്തായാലും ഞാൻ ഈ ടൈഗർ ട്രേഡ് ചെയ്യും. നിങ്ങൾ അന്ന് ഒരു കമൻറ്റ് ഇട്ടിരുന്നു, ഇന്ന് ഈ ടൈഗർ നിങ്ങൾക്ക് ഗിവ് അവേ നടത്തി. എനിക്ക് ആ കൂടെ 13 സബ്സ്ക്രൈബറുള്ളൂ. നിങ്ങൾക്ക് അറിയാലോ, നല്ല ലക്ക് ഉണ്ടാവും എന്തായാലും. പിന്നെ എനിക്ക് എന്താണ് ഒരു ബ്രോ മെസ്സേജ് ഇട്ട് എൻ്റെ ഷോർട്സിന് കമൻറ്റ് ഇട്ട്, ആ ബ്രോക്ക് ഞാൻ ഇത് ഗിവ് അവേ നടത്താനില്ല, നേരിട്ട് ആ ബ്രോക്ക് അങ്ങോട്ട് ഒറ്റയടിക്ക് കൊടുക്കാൻ പോയി. ആ ബ്രോക്ക് വേണ്ടേ ഞാൻ ട്രേഡ് ചെയ്ത് ഒരു ലൈറ്റ്നിങ്, ഒരു ഗ്യാസ്, ഒരു ഡോയും മേടിക്കാം. അപ്പോൾ എനിക്ക് എന്താണ് അത്തരം ഫ്രൂട്ട്സ് കിട്ടുമല്ലോ. ഞാൻ ഈ റബ്ബർ ഫ്രൂട്ട് ഗിവ് അവേ നടത്തും. ഇത് മേടിക്കുന്ന ആൾക്ക് ഇതിൻ്റെ കൂടെ ടൈഗറും കിട്ടും. ഈസി ആസ് ദാറ്റ്.
സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഉള്ളത് എല്ലാം ചെയ്ത് ബൈ.